ഭാഷ രൂപപ്പെടുന്ന ഒരു കാലത്ത്, എഴുത്ത് രൂപപ്പെടുന്ന ഒരു കാലത്ത് എഴുത്തറിയുന്ന ആളുകളും എഴുത്ത് അറിഞ്ഞുകൂടാത്ത ആളുകളും തമ്മിലുള്ള വലിയ വിഭജനം ഉണ്ടാകുന്നു. എഴുത്ത് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എഴുത്തുകൊണ്ട് പിന്നീട് അതിൽ നിലനിന്നിരുന്ന ഒരു സമൂഹം തീർച്ചയായും എഴുത്തിനെ ഒരു എക്സ്ക്ലൂസീവ് ലോകമായി ചുരുക്കി പിടിച്ചിട്ടുണ്ട്. പൊളിറ്റിക്സിലൊക്കെ പറയും ഇൻക്ലൂസീവ് ആയിരിക്കുക, എക്സ്ക്ലൂസീവ് ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആളുകളെ ഉൾക്കൊള്ളാനാണോ ശ്രമിച്ചത്, ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാനോ ആണോ ശ്രമിച്ചത് എന്നൊരു ചിന്ത ഈ സമയത്ത് സത്യത്തിൽ പ്രബലമാണ്. അക്ഷരമുണ്ടാക്കുന്നത് ഒരു ശബ്ദം ആ അക്ഷരത്തിൽ നിലനിൽക്കുന്നതിനാണ്. പക്ഷെ പ്രയോഗം മറ്റൊരു തരത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഡയലക്റ്റിക്സ്, ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിവ് എല്ലാ ഭാഷയിലുമുണ്ട്. മലയാളം അതിൽ അക്ഷരത്തിൽ ഊന്നി തന്നെ നിൽക്കണമെന്ന വാദമൊക്കെ ഒരുതരം പാരമ്പര്യവാദമായിട്ടാണ്, ഒരുതരം യാഥാസ്ഥിതികവാദമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെ ലളിതമാക്കുന്നതിനുള്ള ഒരു പ്രക്രിയ, അല്ലെങ്കിൽ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഭാഷാ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടില്ല, നമ്മുടെ ലിപി പരിഷ്കരണ പ്രവർത്തനത്തിൽ ഒരു ഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്.